നമസ്കാരം. സംസ്ഥാനത്ത് വിവിധ ജയിലുകളിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത് 37 തടവുകാർ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 24 പേരും, വിയൂർ ജയിലിൽ 4 പേരും, കണ്ണൂരിൽ 3, തവനൂർ ജയിലിൽ ഒരാളും, വിയൂർ സുരക്ഷാ ജയിലിൽ 2 പേരും, തിരുവനന്തപുരം വനിതാ ജയിലിൽ 3 പേരുമാണ് വധശിക്ഷ കാത്തുകഴിയുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 38ാമത്തെ ആളായി മാറി ചെന്താമര. കേസിൽ വധശിക്ഷയ്ക്കൊപ്പം 20 ലക്ഷം രൂപ പിഴയും നൽകണം പ്രതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ പച്ചക്കറി ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ വാർഡുകൾ പഠനോപകരണ വിതരണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം. MLAയുടെ നടപടിക്കെതിരെ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ച് BJP പ്രതിഷേധം. CDS ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ പച്ചക്കറി ലോറി മറിഞ്ഞു. നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെ 4:30യോടെയാണ് കൊടകര പേരാമ്പ്ര ദേശീയപാതയിൽ അപകടമുണ്ടായത്. മൈസൂരിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പച്ചക്കറിയുമായി പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത്. പേരാമ്പ്ര മേൽപ്പാലം ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും ഉൾപ്പെടെ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പസമയം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. മീഡിയ ടൈം, കൊടകര. ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ വാർഡുകൾ പഠനോപകരണ വിതരണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരോപണം. MLAയുടെ നടപടിക്കെതിരെ LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിൽ നിന്ന് ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകൾ ഒഴിവാക്കിയെന്നാണ് LDF കൗൺസിലർമാരുടെ പരാതി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പഠനോപകരണ വിതരണ പദ്ധതിയിലാണ് LDF വാർഡുകൾ ഉൾപ്പെടുത്താതിരുന്നതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. 10 ടോക്കൺ വീതം ഓരോ കൗൺസിലർമാർക്ക് ഈ MLA കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 13 കൗൺസിലർമാരുടെ ഒഴിവാക്കിയിട്ടാണ് ഈ 10 ടോക്കൺ വീതം ഓരോ വാർഡിൽ കൊടുത്തത്. ഇന്നലെ പരിശോധിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വാർഡിലെ 13 കൗൺസിലർമാരെ, ഇടതുപക്ഷ 13 കൗൺസിലർമാരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളുടെ വാർഡുകളിൽ നിന്ന് അദ്ദേഹം ഇലക്ഷന് വോട്ട് കിട്ടിയിട്ടില്ല. അത് ഇടതുപക്ഷത്തിന് മാത്രമാണോ ആ വാർഡിൽ വോട്ട് കിട്ടിയത്? അപ്പോൾ അവിടെ മാത്രം ഒഴിവാക്കി എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്തു? ഓരോ വാർഡിൽ നിന്നുമായി 10 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകുന്ന പദ്ധതിക്കായി വാർഡ് കൗൺസിലർമാർക്ക് 10 കൂപ്പണുകൾ വീതം വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരെ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുകയോ കൂപ്പണുകൾ നൽകുകയോ ചെയ്തില്ലെന്നാണ് ആരോപണം. കൗൺസിലർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഇത്തരം പരിപാടി വിഭാവനം ചെയ്തത്. പ്രത്യേകിച്ചും ഒരു പരിപാടി ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ ആ പ്രദേശത്തെ ഒരു കൗൺസിലറെ അതിൽ വിളിക്കാറുണ്ട്. പൊതുവെ അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പരിപാടി വയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ കൗൺസിലർമാരെ വിളിക്കാൻ പരിപാടികൾ നടത്തുന്നത്. പക്ഷേ ഇത് തികച്ചും ആ വാർഡിലെ കൗൺസിലർ ഒരു LDF ആണ് എന്നതുകൊണ്ട് ആയിരിക്കണം ആ ആളെയും കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പൊതുജനങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും സമാഹരിച്ച തുകയുടെയും ചെലവിന്റെയും കണക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇത്തരം പരിപാടികൾ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയായി മാറ്റാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും LDF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ച് BJP പ്രതിഷേധം. CDS ഓഫീസിലേക്ക് BJP മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സൂചനയുണ്ടെന്നാരോപിച്ചാണ് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CDS നമ്പർ 1 ഓഫീസിലേക്ക് ഉപരോധിച്ചത്.
മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ, NULM ലോൺ, CEF ലോൺ തുടങ്ങിയ വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ നഗരസഭയിലെ പാവപ്പെട്ടവരുടെ പേരിൽ ലോൺ എടുക്കുകയും അവരുടെ കുടുംബത്തിൽ തന്നെ 2 മക്കളുടെ പേരിലും അവരുടെ ഭർത്താവിന്റെ പേരിൽ പോലും ഈ CDS ഇരുന്നു കൊണ്ട് നഗരസഭയെ പറ്റിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നഗരസഭയിലെ പാവപ്പെട്ട തൊഴിലാളികളായാലും സാധാരണക്കാരായാലും അവരുടെ എല്ലാം ഗ്രൂപ്പ് ലോണുകൾ ഈ CDS വഴി എടുക്കാറുണ്ട്. പക്ഷെ എല്ലാവരും പൈസ തിരിച്ചടക്കുന്നുണ്ട്. ആ തിരിച്ചടക്കുന്ന പണം ഇവർ ബാങ്കുകളിൽ അടക്കാതെ ആ തിരിച്ചടക്കുന്ന പണം ഇവർ കയ്യിൽ വെച്ചുകൊണ്ട് ഇവരുടെ തോന്നിയവാസങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി വിജിലൻസിന്റെ ഓഡിറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത്. കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്ന് ബാങ്കിൽ തിരിച്ചടച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടത്തിയെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ ബേക്കറിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മലപ്പുറം എടക്കര സ്വദേശി കിഴക്കൻ പറമ്പൻ വീട്ടിൽ അസറുദ്ദീൻ എന്നയാളാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 2026 ജൂൺ 11 രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. കോടശ്ശേരി ചൌക്ക സ്വദേശിനി ഷീജയുടെ ഉടമസ്ഥയിലുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ മകൻ ഷാരോൺ ചാലക്കുടി സൗത്തിലുള്ള മോദി ബേക്കറിയിലേക്ക് കേക്ക് വാങ്ങാനായി എത്തിയിരുന്നു. ബേക്കറിയുടെ മുൻവശത്ത് റോഡരികിൽ താക്കോലോടുകൂടി പാർക്ക് ചെയ്തിരുന്ന വാഹനം കേക്ക് വാങ്ങി 20 മിനിറ്റിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ കാണാനില്ലായിരുന്നു. തുടർന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ജോർജ്, CPO മാർട്ടിൻ പോൾ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഏറിയാട് AMIUP സ്കൂളിൽ 1979, 80, 81 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ 45 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. പൊന്നോർമ 2026 എന്ന നാമകരണം ചെയ്ത കൂട്ടായ്മ മുൻ അധ്യാപകൻ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ, മുമ്പ് നാട്ടുകാരിൽ എന്തൊക്കെ ചെയ്തിരുന്നു അതിലൊക്കെ പങ്കെടുക്കാൻ വളരെ താല്പര്യത്തോടുകൂടി ഞാൻ പോകാറുണ്ട്. കാരണം ഈ നാടിൻ്റെ പ്രതിച്ഛായക്ക് അനുസരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കുന്ന ആ രീതി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. ഈ പ്രദേശത്തിൻ്റെ ഘടന അവരിതെല്ലാം ഇതിനേക്കാൾ വലുതൊക്കെ തന്നെ ചെയ്യാൻ കരുത്തുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഏതായാലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്നോട് ഈ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മനസ്സുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടി ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ സുഹൃത്തുക്കൾ. പ്രസിഡന്റ് ഡോക്ടർ ഫഫീർ അധ്യക്ഷത വഹിച്ചു. VG കുഞ്ഞിക്കുട്ടൻ, ഈശ്വരി, വിമല സുറാബി, CM സലാം, അഷ്റഫ്, ചെയർമാൻ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ 48 പേർ പങ്കെടുത്തു. ഡോക്ടർ ആൻഡ്രോസ്, അനിൽ വടക്കെടുത്ത്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, MR ആംസൺ, KV രാമജയൻ, പ്രിൻസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ പച്ചക്കറി ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ വാർഡുകൾ പഠനോപകരണ വിതരണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം. MLAയുടെ നടപടിക്കെതിരെ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ച് BJP പ്രതിഷേധം. CDS ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.